കേരള മുഖ്യമന്ത്രിയെ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും. ഹൈക്കമാൻഡ് തീരുമാനമെടുത്തതായിട്ടാണ് സൂചന. പാർട്ടിയിലെ മുഖ്യമന്ത്രി പോരിന്റെ പശ്ചാത്തലത്തിലാണ് പ്രഖ്യാപനം വൈകുന്നത്. ഘടകകക്ഷി നേതാക്കളുമായി ദീപാദാസ് മുൻഷി ആശയവിനിമയം നടത്തും. കോൺഗ്രസ് തീരുമാനം ഘടകകക്ഷി നേതാക്കളെ അറിയിക്കും. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഫോർമുല തയ്യാറാക്കിയതായും സൂചനയുണ്ട്. ആ ഫോർമുല എന്താകും എന്നാണ് ആകാംക്ഷ. ഒറ്റപ്പേരിലേക്ക് എത്തിയാൽ മറ്റ് രണ്ടുപേരെ എങ്ങനെ അനുനയിപ്പിക്കും എന്നതാണ് ചോദ്യം. പ്രഖ്യാപനം നീണ്ടെങ്കിലും ആത്മവിശ്വാസത്തിലാണ് KC ക്യാമ്പ്. കൂടുതൽ MLA-മാരുടെ പിന്തുണ വെച്ച് തീരുമാനമെടുക്കുമോ എന്നതാണ് ആകാംക്ഷ. റോഷിപ്പാലും ആദിൽ പാലോടും തത്സമയം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് റോഷിപ്പാൽ, ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. എല്ലാവരും കാത്തിരിക്കുന്ന ചോദ്യം ഇതാണ്: എപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാവും? ഇന്നലെ ദീപാദാസ് മുൻഷിയിലേക്ക് എല്ലാവരും കണ്ണും കാതും ഇങ്ങനെ തെറിപ്പിച്ചിരുന്നു. പക്ഷേ ദീപാദാസ് മുൻഷിയിൽ നിന്ന് വന്നത് ആദ്യം ബോർഡ് എടുത്തു മാറ്റൂ, പിന്നെ പ്രഖ്യാപനം എന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ടോ? ഡ്യൂ കോഴ്സ് ഓഫ് ടൈം എന്നൊക്കെ ഇന്നലെ ദീപാദാസ് മുൻഷി പറഞ്ഞെങ്കിലും അധികം വൈകിപ്പിക്കാതെ നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തുകയല്ലേ. കാര്യം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ച് സത്യപ്രതിജ്ഞകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ വെസ്റ്റ് ബംഗാളിൽ തുടങ്ങി, ഇന്ന് തമിഴ്നാട്ടിലാണ്. 12-ാം തീയതി ആസാമിലും 13-ാം തീയതി പുതുച്ചേരിയിലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. പിന്നെ അവശേഷിക്കുന്നത് നമ്മൾ മാത്രമാണ്. ഏറ്റവും കൃത്യമായ മാൻഡേറ്റ് കൊടുത്ത സംസ്ഥാനമാണ് കേരളം, 102 സീറ്റുകൾ. അതുകൊണ്ട് തന്നെ വൈകിപ്പിക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ ഹൈക്കമാൻഡിനും ഉണ്ടാവും. 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴും ഇന്ന് തന്നെ പ്രതീക്ഷിക്കാമോ അതോ നാളെയാകുമോ? റോഷിപ്പാൽ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് അരുൺകുമാർ. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തതായി സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്ക് പോയ രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയാൽ ഇന്ന് രാത്രി തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് ചില നേതാക്കൾ സൂചിപ്പിക്കുകയാണ്. ഏതായാലും തർക്കങ്ങൾ ഉണ്ടായ ഒറ്റ കാരണത്താലാണ് ഇന്നലെ വൈകിട്ട് പ്രഖ്യാപിക്കാതിരുന്നത് എന്ന നേതാക്കൾ പറയുന്നുണ്ട്. കാരണം ഇന്നലെ വൈകിട്ട് മുസ്ലിം ലീഗിന്റെ അടിയന്തര യോഗം പാണക്കാട് ചേരുന്നു. അതേ സമയത്ത് തന്നെ VD സതീശൻ അനുകൂലമായി സംസ്ഥാനത്ത് പലയിടങ്ങളിലും പ്രകടനം നടക്കുന്നു. പ്രഖ്യാപനം നടന്നാൽ ആരെയാണോ പ്രഖ്യാപിക്കുന്നത് അവരെ അനുകൂലിക്കുന്നവരും തെരുവിലേക്ക് ഇറങ്ങും. അത് വലിയ തർക്കത്തിലേക്കും ക്രമസമാധാന പ്രശ്നത്തിലേക്കും പോകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പ്രഖ്യാപനം നടത്താതിരുന്നത് എന്ന വിശദീകരണമാണ് വരുന്നത്. അപ്പോൾ തന്നെ നേതാക്കൾ പുറത്തിറങ്ങി മാധ്യമങ്ങളിലൂടെ അനുയായികൾക്ക് ഇനി തെരുവിലിറങ്ങാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ പതുക്കെ കാര്യങ്ങൾ അയഞ്ഞു തുടങ്ങി. ഈ തർക്കങ്ങൾ, ആ ഭിന്നതകൾ അത് മയപ്പെട്ടു തുടങ്ങി എന്ന് ഉറപ്പുവരുത്തിയാൽ പിന്നാലെ പ്രഖ്യാപനം. ഇന്നേതായാലും പോസ്റ്റർ യുദ്ധമില്ല, പ്രകടനമില്ല, എല്ലാം തടുത്തു. ഈ പരസ്പരമുള്ള വാക്പോരുകൾ തടുത്തു. നേതാക്കൾ ഒരു പ്രതികരണവും നടത്തുന്നില്ല. വളരെ പോസിറ്റീവായ പ്രതികരണം മാത്രമാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എല്ലാവരും ഐക്യത്തോടെയാണ് നിൽക്കുന്നത്. ഏത് പ്രഖ്യാപനം വന്നാലും അംഗീകരിക്കുമെന്ന് നേതാക്കൾ ഉറപ്പു നൽകി. ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡ് പാർലമെന്ററി പാർട്ടി ലീഡറെ പ്രഖ്യാപിച്ചാൽ ആരും പ്രതിഷേധിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് സമയം വൈകിപ്പിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തു കഴിഞ്ഞു. അത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത് എന്ന സൂചനയുണ്ട്. ആരെയും അവഗണിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ആണ് എടുത്തതെങ്കിൽ ആ പ്രഖ്യാപനം വൈകിയേക്കില്ല. രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയാൽ വൈകാതെ ചിലപ്പോൾ രാത്രി തന്നെ പ്രഖ്യാപനം വന്നേക്കും. അല്ലെങ്കിൽ നാളത്തേക്കപ്പുറം കടക്കില്ല എന്ന് നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ട്. ചർച്ചയ്ക്കെത്തിയ രമേശ് ചെന്നിത്തല, VD സതീശൻ, ഒപ്പം തന്നെ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ഔദ്യോഗിക പ്രഖ്യാപനം പ്രതീക്ഷിക്കുകയാണ്. ഈ കാര്യം ദീപാദാസ് മുൻഷി ഘടകകക്ഷി നേതാക്കളെ ടെലിഫോണിൽ അറിയിക്കുകയും ചെയ്യും. വൈകാതെ തന്നെ പ്രഖ്യാപനം കഴിഞ്ഞാൽ വൈകാതെ തന്നെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിക്കുകയും ചെയ്യും എന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദില്ലിയിൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മാത്രമാണുള്ളത്. മറ്റു നേതാക്കൾ ഇന്നലെ രാത്രിയോടെ തന്നെ കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. അരുൺകുമാർ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് പ്രഖ്യാപനം ഉണ്ടാവും. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഫോർമുല. KC അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് 2.5 വർഷവും പിന്നീട് VD സതീശന് അതിനുശേഷം വരുന്ന 2.5 വർഷവും എന്ന മട്ടിലൊക്കെ ആയിരിക്കുമോ ആ ഫോർമുല എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട വകുപ്പുകൾ KC നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കാം എന്നോ മറ്റൊരു ഫോർമുല തയ്യാറാകുമോ എന്നാണ്. KCക്കല്ല എന്നുണ്ടെങ്കിൽ KCയുടെ ക്യാബിനറ്റിൽ VD ചേരൂല, VDയുടെ ക്യാബിനറ്റിൽ RC ചേരൂല, RCയുടെ ക്യാബിനറ്റിൽ മുഖ്യമന്ത്രി പദം അടുത്ത 2.5 വർഷത്തേക്ക് മാറ്റിവെച്ചാൽ ഒരുപക്ഷെ VD ചേരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ഫോർമുല ഒരുങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കാത്തിരിക്കേണ്ടി വരും.